ഞാൻ എൻ്റെ ഒരനുഭവം പറയാം. ഇന്ന് കുറച്ച് വർഷങ്ങൾ മുൻപ് കോട്ടയത്ത് പള്ളത്ത് വലിയ യോഗം നടക്കുകയാണ്. 10,000-15,000 കൂടുതൽ ആളുണ്ട്. വലിയ യോഗമായിരുന്നു. 6-7 ദിവസത്തെ യോഗമായിരുന്നു. നേരത്തെ ക്രമീകരിച്ച യോഗമായിരുന്നു. ഞാനന്ന് ഇംഗ്ലീഷിൽ പ്രസംഗിക്കുന്ന വേറൊരാളാണ്, മലയാളത്തിൽ തർജ്ജമ ചെയ്യുന്നു. യോഗത്തിന് 3-ാം ദിവസം രാത്രി എല്ലാവരും പാട്ടൊക്കെ പാടി കഴിഞ്ഞിട്ട് ഞാൻ സ്റ്റേജിൽ ഇരുന്നപ്പോൾ എല്ലാവരും കൂടെ എഴുന്നേറ്റ് നിന്ന് നമുക്കൊന്ന് ദൈവത്തെ ആരാധിക്കാം, ഹാലലുയ കോറസ് പാടി ആരാധിക്കാം എന്ന് പറഞ്ഞപ്പോൾ ജനങ്ങളെല്ലാം വലിയ ആൾക്കൂട്ടമാണ് ആരാധിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഉയർന്ന സ്റ്റേജിൻ്റെ ഫ്രണ്ട് ലൈനിൽ തന്നെ ഒരു സഹോദരി വീൽ ചെയറിലിരിക്കുന്ന സഹോദരി തല പോലും അനക്കാൻ വയ്യ, തല പോലും പുറയിലിങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ സഹോദരിയെ കണ്ടപ്പോൾ എനിക്ക് വളരെ സങ്കടം തോന്നി. ഞാൻ ആ സഹോദരിയോട് മലയാളത്തിൽ ചോദിച്ചു, ഓടണോ? ഉടനെ സഹോദരി ഇങ്ങനെ തലയാണ്. ഞാൻ പറഞ്ഞു, യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് ഓടാം. അപ്പോൾ ജനങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്, എല്ലാവരും നിൽക്കുകയാണ്. ഇടയ്ക്ക് നല്ലൊരു വഴിയുണ്ട്, 2-3 അടി വീതിയിലുള്ള. അതിലെ കൂടെ സഹോദരി ഓടുകയും ചാടുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തു. പിന്നെ അന്നേരമാണ് മനസ്സിലായ ആ സഹോദരി ഒരു പാസ്റ്ററുടെ ഭാര്യയായിരുന്നു. 18 വർഷമായി വീൽ ചെയറിൽ ഇരിക്കുകയാണ്, സംസാരിക്കാൻ പോലും കഴിയില്ല. ഈ അത്ഭുതം നടന്നപ്പോൾ എനിക്ക് എൻ്റെ ഹൃദയത്തിൽ ഏതോ ഒരു വലിയ കാര്യം നടന്നു എന്നുള്ളൊരു ചിന്ത വന്നു. അങ്ങനെ ഞാൻ ദൈവം ഏതോ വലിയ കാര്യം ചെയ്തല്ലോ എന്നൊരു സന്തോഷവും. 1 മിനിറ്റിനകത്തൊരു വലിയ അഭിഷേകം എൻ്റെ മേലോട്ട് വന്നു. എനിക്ക് കൺട്രോൾ ചെയ്യാൻ വയ്യാത്ത വലിയൊരു അഭിഷേകം, വലിയ ശക്തി. എൻ്റെ കൈ കാലങ്ങ് വിറയ്ക്കുന്നു. അങ്ങനെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതിലൂടെ കേൾക്കുകയാണ്, പ്രീച്ച് ദ കമ്പാഷൻ ഓഫ് ജീസസ്. യേശുവിൻ്റെ ദയയെക്കുറിച്ച്, മനസ്സലിവിനെക്കുറിച്ച് പ്രസംഗിക്കുക. വലിയൊരു അഭിഷേകം എൻ്റെ മേൽ വന്നിരിക്കുന്നു. അതോടുകൂടെ ഞാൻ കേൾക്കുന്ന എന്താണ്? യേശുവിൻ്റെ ദയയും മനസ്സലിവിനെ കുറിച്ച് പ്രസംഗിക്കുക. അങ്ങനെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉള്ളിൽ നിന്നൊരു ശബ്ദം, അത്ഭുതം നടത്തണോ ശിഷ്യരാക്കണോ? ഞാൻ പറഞ്ഞത് കേട്ടോ? എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ വന്ന ചെറിയ ശബ്ദം, അത്ഭുതം നടത്തണോ ശിഷ്യരാക്കണോ? ഞാൻ അവിടെ നിന്നുകൊണ്ട് കാല് ശക്തിയായിട്ട് തറയിൽ വെച്ചിട്ട് ഞാൻ ശിഷ്യരാക്കുന്ന ശുശ്രൂഷയാണ് ദൈവം എന്നെ ഏൽപ്പിച്ചത്. ആ അഭിഷേകം അങ്ങനെ അങ്ങ് പോയി. അന്ന് ഞാൻ ആ അഭിഷേകത്തിന് അടിമപ്പെട്ടിരുന്നുവെങ്കിൽ ഇന്ന് ഞാൻ അത്ഭുതം പ്രസംഗിച്ചുകൊണ്ട് നടക്കുമായിരുന്നു. ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എന്തുകൊണ്ടാണ് എൻ്റെ മേൽ ആ ശക്തി വന്നത്? എന്നിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ടും എൻ്റെ പുറമേയുള്ള മനുഷ്യനിൽ എന്നിലൊരു സന്തോഷം വന്നു. ഈ 18 വർഷമുള്ള സ്ത്രീ ഒന്ന് നടന്നപ്പോൾ, ഓടിയപ്പോൾ എൻ്റെ ഹൃദയത്തിലൊരു വലിയ സന്തോഷം. ഇതിനു മുൻപ് എളിയവനായ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ 5 സ്ഥലങ്ങളിൽ മരിച്ചവർ ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട്. അന്നേരം ഒന്നും എനിക്ക് സന്തോഷം വന്നിട്ടില്ല. അന്നേരം കരച്ചിലെ വന്നു, ദൈവമേ നീ അവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചല്ലോ. എത്ര 100 കണക്കിന് കുരുടർ കണ്ടിട്ടുണ്ട്, ചികിടർ കേട്ടിട്ടുണ്ട്, മുടന്തർ ഓടിയിട്ടുണ്ട്, എത്ര. അന്നെല്ലാം എനിക്ക് ഈ സന്തോഷം വന്നിട്ടില്ല. എന്താ പറഞ്ഞത്? ദൈവമേ അയോഗ്യനായ എന്നെ കൂടെ നീ ഇത് ചെയ്തല്ലോ, നീ എത്ര വലിയവനെന്ന് കരച്ചിലും അനുതാപമേ വന്നിട്ടുള്ളൂ. എന്നാൽ ഇവിടെ നിന്ന് നടന്നപ്പോൾ എനിക്കൊരു സന്തോഷം. AM സാമുവേൽ ഏതോ വലിയ കാര്യം ചെയ്യുന്നവനാണ്, 10,000-15,000 ആളുമുണ്ട്. വന്നപ്പോൾ എന്നെ പരീക്ഷിക്കുവാനായി ദൈവം അങ്ങനെ ഒരാത്മാവിനെ അനുവദിച്ചു. ആരാ അനുവദിച്ചത്? ദൈവം. ദൈവം ഇങ്ങനെ ചെയ്യുമെന്നുള്ളത് നിങ്ങൾക്ക് നേരത്തെ എങ്ങനെയാണ് അറിയുന്നത്? 2 തെസ്സലോനി അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 7 മുതൽ വായിച്ചാൽ. 2 തെസ്സലോനി 2:7 മുതൽ വായിച്ചാൽ. അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. ഇതുവരെ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോക മാത്രം വേണം. അപ്പോൾ അധർമ്മം നിവൃത്തി വെളിപ്പെട്ടു വരും. അവനെ കർത്താവായ യേശു തൻ്റെ വായിലെ ശ്വാസത്താൽ ഒടുക്കി തൻ്റെ പ്രത്യക്ഷതയുടെ പ്രഭാവത്താൽ നശിപ്പിക്കും. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താൻ്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടെ ആയിരിക്കും. അവർ രക്ഷിക്കപ്പെടുവാത്ത കോണം സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളായികയാൽ തന്നെ അങ്ങനെ ഭവിക്കും. സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന് ദൈവം അവർക്ക് ഭോഷ്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിന്റെ വ്യാപാര ശക്തി അയക്കുന്നു. ദൈവം അനുവദിക്കുകയാണ്. കേരളത്തിൽ സത്യസുവിശേഷം കേട്ടിട്ട് വേർപെട്ട് വരുവാൻ
ദൈവത്തിൻ്റെ വചനം അറിയിക്കുമ്പോൾ അനേകർക്ക് വേർപെടാൻ മനസ്സില്ല. ഇതും വേണം അതും വേണം. അപ്പോൾ അവരെ നടത്താൻ വേറൊരു ആത്മാവിനെ ദൈവം അനുവദിച്ചിരിക്കുകയാണ്. അത് കാണുമ്പോൾ ദൈവമക്കളെ ആകാണോ എന്ന് ആഗ്രഹിക്കുന്നവർ പതറിപ്പോകരുതേ, വചനത്തിൽ ഉറച്ചു നിൽക്കണമേ എന്ന് ഞാൻ കുന്നംകുളത്തുള്ള ദൈവമക്കളോട് താഴ്മയായി അപേക്ഷിക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ നഷ്ടമുണ്ടാകും, വലിയ നഷ്ടമുണ്ടാകും. ഇതുകൂടാതെ ഞാൻ ഇതിൻ്റെ കൂടെ ഒരു സംഭവം കൂടെ പറയാം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു എന്ന് ഓർക്കുന്നില്ല. ഇരുവരൂരിൽ യോഗം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ രാത്രിയിൽ യോഗം കഴിഞ്ഞ് വിശ്രമിക്കാനായി രാത്രി 11 മണിക്ക് അവിടെ മുറിയിൽ ചെന്നപ്പോൾ മാവേലിക്കരയുള്ള ഒരു കർത്താവിൻ്റെ ദാസൻ, 42 വർഷം കർത്താവിൻ്റെ വേല ചെയ്ത എന്നേക്കാൾ സീനിയർ ഒരു പാസ്റ്ററാണ് അദ്ദേഹം. ഞാൻ അദ്ദേഹത്തെ അച്ചായൻ എന്നാണ് വിളിക്കുന്നത്. അദ്ദേഹം വന്ന് എന്നോട് പറയുക, ശ്യാമലുകുട്ടി, എന്നെ ശ്യാമലുകുട്ടി എന്നാണ് വിളിക്കുന്നത്, എൻ്റെ ആത്മാവിനെ ഒന്ന് പരീക്ഷിച്ചു നോക്കും. ഞാൻ പറഞ്ഞു, അച്ചായൻ എന്തോ ഈ പറയുന്നത്? എന്നേക്കാൾ പ്രായമുണ്ട്, 42 വർഷം അന്ന് കർത്താവിൻ്റെ വേലയിലായിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം മറ്റു വേലക്കാരുമുണ്ട്. ഞാൻ പറഞ്ഞു, എന്താ അച്ചായ? പറഞ്ഞു, ഞാൻ 40 ദിവസം ഉപവാസം വരുന്നു. ഉപവാസത്തിന് ശേഷം എനിക്ക് വലിയൊരു അഭിഷേകം കിട്ടി. അഭിഷേകം കൊണ്ട് എത്ര രോഗികൾ, ഞാൻ തൊടുന്നവരെല്ലാം സൗഖ്യമാകുന്നുണ്ട്. ആരെങ്കിലും വരുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാകുമ്പോൾ രോഗം എന്താണെന്ന് അവരും സൗഖ്യമാകുന്നുണ്ട്. ഗൾഫ് രാജ്യങ്ങളിൽ പോകണം, വിസയുടെ കാര്യം ഞാൻ പറയുന്ന പോലെ നടക്കുന്നുണ്ട്. ഒരുപാട് പേരെൻ്റെ വീട്ടിൽ കൂടി വരുന്നു, 100 കണക്കിന് ആളുകൾ വീട്ടിൽ കൂടി വരുന്നുണ്ട്. ഈ മാസം തന്നെ ഞാൻ 1,32,000 രൂപ ബാങ്കിലിട്ടെന്ന് പറഞ്ഞു. ഞാൻ അതെങ്ങനെ? ആളുകൾ 10,000 ഒക്കെ കെട്ടുകണക്കിനാണ് കൊണ്ടിടുന്നത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അച്ഛാ അതുകൊണ്ട് എന്താ കുഴപ്പമില്ലല്ലോ. ഉടനെ അദ്ദേഹം പറഞ്ഞു, എന്നാൽ എൻ്റെ മനസ്സിൽ കഴിഞ്ഞ ദിവസം ഒരു ചിന്ത, ഇവരെല്ലാം ഭൗതികമായ കാര്യങ്ങളാണ്, ഇവരെല്ലാം സ്വർഗത്തിൽ പോകുമോ എന്നൊരു ചിന്ത എൻ്റെ മനസ്സിൽ വരുന്നു. എന്നും ആളുകൾ എൻ്റെ അടുക്കൽ വരികയാണ്. അപ്പോൾ അതെന്നേരം ആരോ എന്നോട് സംസാരിക്കുമ്പോൾ ക്യാപ്റ്റൻ ശ്യാമലിൻ്റെ അടുക്കൽ പോയി നിൻ്റെ ആത്മാവിനെ ഒന്ന് പരീക്ഷിക്കുക. അങ്ങനെ ഞാൻ വന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഉപവാസം ഇരുന്നപ്പോൾ ഏതെങ്കിലും തെറ്റുമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛാ ഒന്ന് താഴെയോട്ടിരിക്കുക. താഴെ ഞാൻ തലയിൽ കൈവച്ചപ്പോൾ അങ്ങ് ഞെട്ടി. അപ്പോഴെനിക്ക് മനസ്സിലായി ആത്മാവ് ശരിയല്ല. ഉടനെ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അച്ചായ വല്ല ഈ ഉപവാസം ഇരിക്കുമ്പോൾ വല്ല തെറ്റ് ചെയ്തോ പറഞ്ഞു. എനിക്ക് ഒരു ഓർമ്മയുണ്ട്. ഞാൻ 33-ാമത്തെ ദിവസം ഉപവാസം ഇരിക്കുമ്പോൾ 2 കർത്താവിൻ്റെ ദാസന്മാർ വന്ന് ചോദിച്ചു, നീ വെള്ളം മാത്രമേ കുടിക്കുന്നുള്ളൂ? ഞാൻ പറഞ്ഞു, വെള്ളം മാത്രമേ കുടിക്കുന്നുള്ളൂ. എന്നാൽ ഞാൻ എല്ലാ ദിവസവും വൈകിട്ട് ഓരോ ഗ്ലാസ് കഞ്ഞിവെള്ളം കുടിക്കുമായിരുന്നു. 37-ാമത്തെ ദിവസം 2 കർത്താവിൻ്റെ ദാസന്മാർ വന്ന് ചോദിച്ചു, നീ വെള്ളം മാത്രമേ കുടിക്കുന്നുള്ളൂ? അവരോട് വെള്ളം മാത്രമേ കുടിക്കുന്നുള്ളൂ, എന്നാൽ ഞാൻ ഓരോ ഗ്ലാസ് കഞ്ഞിവെള്ളം വൈകിട്ട് കുടിക്കുമായിരുന്നു. ഞാൻ പറഞ്ഞു, ഈ കാര്യം ഏറ്റുപറയാൻ ഒരുക്കമാണ്, മൈക്ക് വെച്ച് ഞാൻ ഏറ്റുപറയാൻ ഒരുക്കമാണെന്ന്. ഒടുവിൽ ഞാൻ പറഞ്ഞു, അച്ഛൻ ഇത് സീനിയർ കർത്താവിൻ്റെ ദാസനം, എന്നെക്കാട്ടി പ്രായമുണ്ട്, ഇപ്പോഴാണ് എൻ്റെ തല കേൾക്കുന്നത്. അന്ന് ഇത് 10-12 വർഷത്തിന് മുമ്പിലത്തെ കാര്യമാണ് ഈ പറയുന്നത്. അപ്പോൾ അദ്ദേഹം, ഞാൻ പറഞ്ഞു, അച്ഛൻ പോയി വിശ്രമിക്കുക. ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ രാത്രി കർത്താവിനോട് പ്രാർത്ഥിച്ചു. കർത്താവ് പറഞ്ഞു, ഇവനൊന്ന് ഷൈനാകാൻ ആഗ്രഹമുണ്ടായിരുന്നു, അതിനാണ് ഉപവാസം വരുന്നത്. അപ്പോൾ ഷൈനാകാൻ, ഒന്ന് തിളങ്ങാൻ ആഗ്രഹമുണ്ടായിരുന്നു. ഞാൻ തിളക്കാൻ കഴിയുള്ളവൻ തിളക്കിച്ചതാണെന്ന് പറഞ്ഞു. ഞാൻ രാവിലെ വെളുപ്പിന് 4 മണിക്ക് അദ്ദേഹത്തെ എഴുന്നേൽപ്പിച്ചു, വിളിച്ചു. അച്ചായ, വാസ്തവമായ അച്ചായൻ എന്തിനാണ് ഉപവാസം ഇരുന്നതിൻ്റെ ഉദ്ദേശം എന്നാണ്, എൻ്റെ ഇടത്തിൽ ഒന്ന് തിളങ്ങണം, ഒന്ന് ഷൈനാകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. എൻ്റെ ശുശ്രൂഷയൊന്ന് വെളിപ്പെടണം, എല്ലാവരും ഒന്ന് മാനിക്കണം എന്നുള്ള ആഗ്രഹം എനിക്കുണ്ടായിരുന്നത് കൊണ്ട് ഞാൻ അങ്ങനെ ഞാൻ പറഞ്ഞു. അന്നേരം പറഞ്ഞു, അങ്ങനെ തിളങ്ങണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് തിളക്കാൻ കഴിയുള്ളവൻ കയറി തിളക്കിയതാണെന്ന് പറഞ്ഞു. എന്നാൽ ഞങ്ങൾ പ്രാർത്ഥിക്കാനിരുന്നു. ശക്തി വെളിപ്പെടാമെന്ന് വെളിപ്പെട്ടു. ഘോര മല്ലയുദ്ധം അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ വന്നു. 3/4 മണിക്കൂർ ആ ശക്തി പറയുന്ന, കേരളത്തിൽ എൻ്റെ അഭിഷേകത്താൽ എത്ര ദാസന്മാർ അത്ഭുതങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു, സഭകളെ ഭരിക്കുന്നത് ഞാനാണ്. ഏകദേശം 3/4 മണിക്കൂർ മല്ലയുദ്ധം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ആ ശക്തി കീഴ്പ്പെട്ട് അദ്ദേഹത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാനിടയായത്. അത് കഴിഞ്ഞ് അദ്ദേഹം കരയാൻ തുടങ്ങി. എനിക്ക് ആ യഥാർത്ഥ ആത്മാവ് കർത്താവ്, എനിക്ക് തിളങ്ങണ്ട, നീ എന്തെങ്കിലും വേല ഏൽപ്പിച്ചാൽ മതി. അങ്ങനെ വീണ്ടും ഒരു 3/4 മണിക്കൂർ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ദൈവം തന്നെ തൻ്റെ ആത്മാവിനാൽ നിറച്ചു. താൻ എഴുന്നേറ്റ് നെഞ്ചത്തിങ്ങനെ കൈവച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, കർത്താവേ, എനിക്കൊന്നും തിളങ്ങണ്ട, ഒരു രോഗി പോലും സൗഖ്യമായില്ലെങ്കിലും തരക്കടില്ല, ഈ ആത്മാവിനെ എന്നിൽ നിന്ന്
ഞാൻ ശ്വാസം പോകുന്നവരെ മാറ്റരുതേ എന്ന് പറയുവാനിടയായി. ഇതെൻ്റെ നേരിട്ട അനുഭവമാണ്. എൻ്റെ മേൽ വന്ന അഭിഷേകം ഞാൻ പറഞ്ഞു, അതുപോലെ ഈ കർത്താവിൻ്റെ ദാസൻ്റെ മേൽ. അതിന് പ്രിയമുള്ളവരെ, നമ്മളെ ഏൽപ്പിച്ച വേല ഓരോരുത്തരെ ദൈവത്തിൻ്റെ കുടുംബത്തിൽ മക്കളായി ജനിക്കുവാൻ അവരുടെ ഹൃദയം ഉഴുത്, ആഗ്രഹങ്ങളും മറ്റുള്ളതും നിറഞ്ഞ ഹൃദയങ്ങളെ ഉഴുതിട്ട് അവരുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് വിത്ത് കൊണ്ടുവരുവാൻ അവരുടെ ഹൃദയത്തെ ഒരുക്കണം. അതിന് മല്ലയുദ്ധം ചെയ്തേ ഒക്കുള്ളൂ. ഞങ്ങളിന്ന് ഗുരുവായൂരപ്പൻ്റെ അവിടേക്ക് പോയി യുദ്ധം ചെയ്യാൻ പോയി. കാരണം എന്താ? നേരത്തെ ചിന്തിച്ചിരുന്നല്ല. ഇന്നലെ രാവിലെ നോക്കിയപ്പോൾ ഇവിടെ മുഴുവൻ നിറഞ്ഞിരിക്കുക ശക്തി കൊണ്ട് വെളിയിലും. അപ്പോൾ ചലഞ്ച് ചെയ്യുകയാണ്, പറയുകയാണ്, ഇവരെ ഇവിടെ മീറ്റിംഗ് നടത്തിക്കരുത്. ഇവരെ മീറ്റിംഗ്, കാരണം ഇവിടുത്തെ സഭകളിലെല്ലാം നമ്മുടെ പ്രഭാവമുണ്ട് ഇവിടുത്തെ സഭകൾ. അതുകൊണ്ട് ഇവരെ ഇവിടുന്ന് ഓടിക്കണം, ഇവരിവിടെ. അപ്പോൾ അതിൻ്റെ കൂടെ ഗുരുവായൂരപ്പൻ്റെ കൂടെ കാളിയുടെ ശക്തിയുമുണ്ട്, മറിയവുമുണ്ട്, ഫാത്തിമായുമുണ്ട്. എല്ലാവരും കൂടെ ഭയങ്കര. അതുകൊണ്ട് ഇന്നലെ ഞങ്ങൾ ക്ലാസ് തുടങ്ങി, ക്ലാസ് നിർത്തിവെച്ച ആത്മാവിൽ യുദ്ധമായിരുന്നു. ഇന്ന് ഞങ്ങൾ അവിടെ പോയി ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ പോയി അവനെ വെല്ലുവിളിച്ചിട്ട്, അവൻ്റെ ആനക്കൂട്ടത്തിലെല്ലാം പോയി വെല്ലുവിളിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. എന്തിനാ പോയത്? ഈ കുന്നംകുളത്തെ ഈ തൃശ്ശൂർ ഏരിയയെ ഭരിക്കുന്ന ശക്തിയെ കാൽ കീഴാക്കിയെങ്കിൽ മാത്രമേ സഭകൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടാകുകയുള്ളൂ. അല്ലെങ്കിൽ ഈ സഭകളെ ഭിന്നിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. ഓരോരുത്തർ അവരവരുടെ കാര്യം സഭ തമ്മിൽ സ്നേഹം വരാതെ ഭിന്നിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. ഞങ്ങളെ കൊണ്ട് വലിയ കാര്യം നടന്നില്ലെങ്കിലും കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും. അതുകൊണ്ട് ജമ്മു കാശ്മീരിൽ കിടക്കുന്ന ഞാൻ ഇവിടെ വന്ന് യുദ്ധം ചെയ്യുവാൻ എനിക്ക് ദൈവത്തിന് പ്രേരണയുണ്ടായെങ്കിൽ ഇവിടെ താമസിക്കുന്ന നിങ്ങൾക്ക് എത്രമാത്രം പ്രേരണയുണ്ടാകണം. ഇതാരെയും കാണിക്കാൻ ചെയ്തതല്ല, ഒരു സർട്ടിഫിക്കറ്റ് കിട്ടാൻ ചെയ്തതല്ല. കാരണം ഇവിടെ ഭരിക്കുന്നതായ അന്ധകാര ശക്തികൾ ദൈവസഭയിൽ ആത്മാവിൻ്റെ രൂപത്തിൽ കയറി ജനങ്ങളെ വഞ്ചിച്ച് പൗതികത്തിലേക്ക് നീക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒന്ന് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് വല്ലതും മനസ്സിലാവുന്നത് നോക്കിയാൽ അല്പനേരം ഒന്ന് പ്രാർത്ഥിച്ചാൽ ഇതിൻ്റെ ഗൗരവം മനസ്സിലാകുന്നുണ്ടെങ്കിൽ ഒന്ന് പ്രാർത്ഥിച്ച് നോക്കിയാൽ ദൈവജനത്തിൻ്റെ മേൽ വരുന്ന വഞ്ചന, കുന്നംകുളത്തിന്മേൽ പാർക്കുന്ന ജനങ്ങളെ എങ്ങനെ വഞ്ചിക്കപ്പെടുന്നു. ഭൗതിക ആവശ്യങ്ങൾ പറഞ്ഞ് അവരെ നശിപ്പിക്കുന്നത് കണ്ടിട്ട് നിങ്ങൾക്ക് വേദന തോന്നുന്നില്ലേ? അല്പനേരം കർത്താവിനെ ആരാധിപ്പിക്കും. അന്ധകാരത്തിന്റെ ശക്തികൾ പേടിച്ചോടട്ടെ. സത്യസുവിശേഷം വെളിപ്പെടട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾക്ക് വലിയൊരു ഉത്തരവാദിത്തമുണ്ട്. കർത്താവായ യേശുക്രിസ്തു വന്നത് ക്രിസ്തീയ മതം തരുവാനല്ല, നമ്മെ അവൻ്റെ മക്കളാക്കി തീർക്കുവാനാണ്. ഭൗതിക കാര്യങ്ങൾ നൽകുവാനല്ല കർത്താവ് വന്നത്. നമ്മൾക്ക് ആവശ്യമുള്ളത് കർത്താവ് നമ്മളോട് കൂടെ ഇരുന്ന് അന്നന്ന് വേണ്ടതെല്ലാം നമ്മൾക്ക് നൽകും. എന്നാൽ നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹം
അവൻ്റെ കുടുംബത്തിൽ ജനിച്ചിട്ട് അവനെ പോലെ ആയിത്തീരണം. മക്കൾ ഒന്ന് യോഹന്നാൻ്റെ സുവിശേഷം 1:12 വായിച്ചാൽ. യോഹന്നാൻ 1:12. യൂഹന്ന 1:12. അവനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അവനെ കൈക്കൊള്ളണം. അവനിൽ വിശ്വസിക്കുന്നവർ നല്ല എഴുതിയിരിക്കുന്നത്. ഒന്നുകൂടെ വായിച്ചാട്ട്. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. വിശ്വസിക്കുന്നുണ്ട്, യേശുവിനെ സൗഖ്യമാക്കാൻ കഴിയും, യേശുവിന് ഇതെല്ലാം ചെയ്യാൻ കഴിയും. എന്നാൽ യേശുവിനെ കൈക്കൊള്ളാൻ എത്ര പേരുണ്ട്? ശ്രദ്ധിച്ചോ നിങ്ങൾ? വിശ്വസിക്കാൻ കോടിക്കണക്കിന് ആളുകളുണ്ട്. യേശുവിനെ കൈക്കൊള്ളാൻ ആഗ്രഹമുള്ളവര് മത്തായി സുവിശേഷം 7:13-14 വായിച്ചാൽ. മാത്യു 7:13 and 14. മത്തി 7:13-14. യേശുവിനെ കൈക്കൊണ്ടവർ എങ്ങനെ എന്ത് ചെയ്യും? ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പീൻ. നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും, അതിൽ കൂടി കടക്കുന്നവർ അനേകരുമാകുന്നു. ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവും ഉള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവും. അതിൻ്റെ അർത്ഥം പട്ടിണിപ്പാവങ്ങളായി പോകണമെന്നല്ല. നമ്മുടെ ഹൃദയത്തിൽ വരുന്ന മോഹങ്ങളെ ഇടുക്കുവാതിലിൽ കൂടെ വിടണം. നമ്മുടെ വഴി ഞെരുക്കമുള്ളത്. എന്തിനാ ഞെരുക്കുന്നത്? ആഗ്രഹങ്ങളെ ഇഷ്ടം പോലെ വിടാതെ. അതിനാണ് ഇടുക്കവും ഞെരുക്കമുള്ളത്. റോമാലേഖനം 8:13 വായിച്ചാൽ. റോമാലേഖനം 8:13. റോമൻസ് 8:13. റോമി 8:13. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കണം. ശരീരത്തെ പറഞ്ഞാൽ ശരീരത്തിന്റെ ആഗ്രഹങ്ങൾ. ഗലാത്യർ 5:24 വായിച്ചാൽ. ഗലാത്യർ 5:24. ഗലേഷ്യൻസ് 5:24. ക്രിസ്തുയേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ചപ്പോൾ നിങ്ങൾ വിചാരിക്കും നിങ്ങൾ ഇടുക്കവും ഞെരുക്കമുള്ള വഴിയിൽ ആയി. അല്ലവേ അല്ല. രക്ഷിക്കപ്പെട്ടതും സ്നാനപ്പെട്ടതും പരിശുദ്ധാത്മ നിറവും പ്രാപിച്ച് നിങ്ങളുടെ ജഡത്തെ ഇടുക്കവും ഞെരുക്കവുമുള്ള വഴിയിൽ കൂടെ വിടാനാണ്. ആ ഇടുക്കവും ഞെരുക്കവും കൂടെ പോകുമ്പോഴാണ് ക്രൂശിക്കപ്പെടുന്നതെന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് രൂപ ബാങ്കിലുള്ള ഒരു വിശ്വാസി, എയർ കണ്ടീഷൻ കാറുണ്ട്, എല്ലാമുണ്ട്, എങ്കിലും ഇടുക്കവും ഞെരുക്കവുമുള്ള വഴിയിൽ കൂടെ പോകാം. എങ്ങനെയാണ്? അവൻ്റെ ഉള്ളിൽ വരുന്ന ഇച്ഛകൾക്കനുസരിച്ച് ജീവിക്കാതെ ആത്മാവിനാൽ നടത്തപ്പെടുക. അതുപോലെ തന്നെ ഒരു ചെറ്റപ്പുരയിൽ കിടക്കുന്ന ഒരാൾ, നിങ്ങൾ വിചാരിക്കും അവൻ ഇടുക്കവും ഞെരുക്കവും അല്ല. ചെറ്റപ്പുരയിൽ കിടക്കുന്ന വഴിപ്പറമ്പിൽ കിടക്കുകയാണ്, പുറമ്പോക്കിൽ കിടക്കുകയാണ്, ചെറ്റപ്പുരയാണ്, കക്കൂസിലെ ബാത്റൂമിൽ. അദ്ദേഹത്തിൻ്റെ ഒരു 20 ലക്ഷം രൂപ കൊണ്ട് കൊടുത്താൽ അദ്ദേഹത്തിന്, പാവപ്പെട്ട സഹോദര, നീ ഈ ചെറ്റപ്പുരയിൽ കിടക്കുന്ന ഞങ്ങൾ 20 ലക്ഷം രൂപ തരുന്നു. 20 ലക്ഷം രൂപ തന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞ് ചെന്ന് നോക്കിയാൽ അറിയാം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ എന്തെല്ലാം സാധനങ്ങൾ വന്നു എന്നുള്ളത്. അപ്പം അതുവരെ വാങ്ങിക്കാതിരുന്ന എന്തുകൊണ്ടാണ്? പണമില്ലായിരുന്നു, ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ട് പാവപ്പെട്ടവരായാലും സാധാരണക്കാരായാലും ധനമുള്ളവരായാലും ഇടുക്കവും ഞെരുക്കവും ഉള്ള വഴിയിൽ കൂടെ പോകാൻ ഒരുക്കമുണ്ടാകണം. അപ്പോൾ മാത്രമേ വചനമാകുന്ന വിത്ത് അകത്ത് ഫലിക്കുകയുള്ളൂ. പണം നിങ്ങളെ ഏൽപ്പിച്ചത് നിങ്ങൾക്ക് കർത്താവ് നിങ്ങളെ സൂക്ഷിപ്പുകാരായി വെച്ചിരിക്കുകയാണ്. കർത്താവിന് ധനികരായ വിശ്വാസികളെ വേണം, സാധാരണക്കാരായ വിശ്വാസികളെ വേണം, പാവപ്പെട്ടവരെ വേണം. ധനികരായ വിശ്വാസികളെ എന്തിനു വേണം? ധനികനായ വലിയൊരു നല്ല കാറും വലിയ ബംഗ്ലാവ് താമസിക്കുന്നവരെടുക്കൽ ഒരു പാവപ്പെട്ട ഉപദേശി ഒരു കീറിയ ബാഗും കൂടെ പിടിച്ചുകൊണ്ട് അവിടെ ചെന്ന് യേശുവിനെക്കുറിച്ച് പറയാനാണ് വന്നതെന്ന് പറഞ്ഞാൽ അദ്ദേഹം 50 രൂപ എടുത്ത് തന്നിട്ട് പൊയ്ക്കോളാൻ പറയും, അല്ലെ 100 രൂപ എടുത്ത് തന്നിട്ട് പൊയ്ക്കോളാൻ പറയും. എന്നാൽ ആ വീട്ടിൽ നല്ല എയർ കണ്ടീഷൻ കാറിൽ നല്ലൊരാൾ ചെന്നു കാര്യങ്ങൾ സാധനം പറയാൻ തുടങ്ങി. ഇവൻ ഇത്രയും സൗകര്യമൊക്കെ ഉണ്ടല്ലോ, ഇവൻ എന്തുകൊണ്ട് യേശുവിനെക്കുറിച്ച് പറയുന്നു? അപ്പോൾ ധനമുള്ളവരോട് സാക്ഷിക്കായി ധനമുള്ള വിശ്വാസികളെ ദൈവമാക്കി വയ്ക്കും.
സാധാരണക്കാർ, അതുപോലെ പാവപ്പെട്ടവർ, ചെറ്റപ്പുരയിൽ കിടക്കുന്നവർ. അപ്പോൾ അവരെ കാണുമ്പോൾ എങ്ങനെയാണ് മറ്റുള്ളവർ ചുറ്റുപാടുള്ളവർ നോക്കി നമ്മൾ ചെറ്റപ്പുരയിൽ കിടക്കാൻ ഇവരുടെ വീട്ടിൽ നിന്നും പാട്ടും ആനന്ദവും സ്തോത്രവും നടക്കുന്നല്ലോ, അപ്പോൾ ഇവർക്ക് ഏതോ സന്തോഷം കൂടുതലായിട്ടുണ്ട്. നമ്മൾ നിരാശപ്പെട്ട് കിടക്കുന്നല്ലോ, ഇവരുടെ ദൈവത്തെ നമുക്ക് വേണം. പ്രിയമുള്ളവരെ, കർത്താവിനെ പിൻപറ്റുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹം ഇവിടുത്തെ ചപ്പും ചവറും ഗാർവേജും അല്ല. ഇവിടുള്ള വീടും പൊന്നും എല്ലാം വെറും വിശുദ്ധന്റെ മുൻപിൽ ചപ്പും ചവറുമാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹം നിത്യമായ അനുഗ്രഹമാണ്, അതെന്നേക്കുമുള്ള അനുഗ്രഹമാണ്. അതാണ്. അല്ലാതെ നിങ്ങളുടെ കടത്തിൻ്റെ ഭാരം മാറ്റാനല്ല കർത്താവ് വന്നത്, രോഗം സൗഖ്യപ്പെടുത്താനല്ല കർത്താവ് വന്നത്. ഇപ്പോൾ നിങ്ങളിവിടെ വന്നപ്പോൾ ഇരിക്കാൻ കസേര കിട്ടി, നിങ്ങൾ കസേരയിൽ ഇരിക്കാനാണോ ഇവിടെ വന്നത്? നിങ്ങളുടെ വീട്ടിൽ നല്ല സോഫ സെറ്റ് നല്ലതെല്ലാം ഉണ്ട്. വചനം കേൾക്കാൻ വന്നു, ഇരിക്കാൻ ഒരു കസേര കിട്ടി. അതുപോലെ യേശുവിന് പിന്നാലെ ഇറങ്ങിയപ്പോൾ രോഗവും സൗഖ്യമാകുന്നു എന്നേ ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ വീട്ടിൽ ഇവിടെ കസേരയിൽ ഇരിക്കാനാ വന്നെന്ന് പറഞ്ഞാൽ നിങ്ങളെ എത്ര ഭോഷനെന്ന് പറയേണ്ടി വരും. ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാകുന്നുവോ? എത്ര പേർക്കത് മനസ്സിലായെന്ന് പറഞ്ഞാൽ? നിങ്ങൾ കസേരയിൽ ഇരിക്കാനാണ് ഇവിടെ വന്നെങ്കിൽ നിങ്ങളെക്കുറിച്ച് എന്ത് പറയണം? ഭോഷനെന്നല്ല. അതുപോലെ രോഗസൗഖ്യം പ്രാപിക്കാനായി യേശുവിന്റെ പിന്നാലെ പോകുന്ന നീ എത്ര മഹാഭോഷൻ! ഇന്നത്തെ ജനങ്ങളെ വഞ്ചിക്കുന്നതും ഈ പോഷത്വരം പറഞ്ഞാണ്. സത്യവചനം പറയാതെ യേശു ക്രിസ്തു എന്ന രോഗസൗഖ്യം കൊടുക്കാനല്ല, നിങ്ങളുടെ ആത്മാവിൽ കൂടെ നിങ്ങൾക്കൊരു പുതുജനനം കൊടുക്കാനാണ്, മക്കളെ ജനിപ്പിക്കാനാണ് യേശു വന്നത്. യേശു അതുകൊണ്ടാണ് സകല ലോകത്തിൻ്റെ പാപം ചുമന്നത്. എങ്ങനെയെങ്കിലും സ്വർഗീയ കുടുംബത്തിൽ കുറച്ച് മക്കൾ ജനിക്കണം. കർത്താവ് എന്നെ നിങ്ങളെ വേല ഏൽപ്പിച്ചത് രോഗശാന്തി നടത്താനല്ല, മക്കളെ ജനിപ്പിക്കാനാണ്. ഓരോരുടെ മനുഷ്യരുടെ ഹൃദയത്തിലെ ആ പാപവും ആഗ്രഹങ്ങളാകുന്ന വേരുകളെ ഉഴുതു മാറ്റി മനുഷ്യരിൽ വചനമാകുന്ന വിത്ത് വിതച്ച് അവർ ജീവനുള്ളവരായി തീരണം. അപ്പോൾ യേശുവിനെ കൈക്കൊള്ളണം. വിശ്വസിച്ചാൽ പോരാ. വിശ്വസിക്കുന്നവർ യാക്കോബിൻ്റെ ലേഖനം 2:19 വായിച്ചാൽ, യാക്കോബിൻ്റെ ലേഖനം 2:19. ദൈവമേകനെന്ന് നീ വിശ്വസിക്കുന്നുവോ? കൊള്ളാം. പിശാചുക്കളും അങ്ങനെ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു. പിശാചുക്കളും വിറയ്ക്കുകയും. വിശ്വസിച്ചാൽ സ്വർഗത്തിൽ പോകണമെങ്കിൽ ഒന്നാമത് പോകേണ്ട പിശാചുക്കളാണ്. കാരണം വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യും. വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യും. വിശ്വമ യശയ്യാ 55:1-2 വായിച്ചേ. യശയ്യാ നബी की किताब 55 का 1 2 55 ഐസിയ 55:1-2. हाँ. അല്ലയോ ദാഹിക്കുന്ന ഏവരും ദ്രവ്യമില്ലാത്തവരുമായുള്ളവരെ വെള്ളത്തിന് വരുവീൻ, വന്ന് വാങ്ങി തിന്നുവീൻ. വന്ന് വാങ്ങി തിന്നുവീൻ. നിങ്ങൾ വന്ന് ദ്രവ്യവും വിലയും കൂടാതെ വീഞ്ഞും പാലും വാങ്ങിക്കൊള്ളുവീൻ. അപ്പമില്ലാത്തതിന് ദ്രവ്യവും തൃപ്തി വരുത്താത്തതിന് നിങ്ങളുടെ പ്രയത്നഫലവും. ഇവിടെ പണം കൊണ്ടുവരണ്ട എന്നുള്ളൊരു ശബ്ദം എഴുതിയിരിക്കുന്നുണ്ട്. എല്ലാവരും വിചാരിക്കുന്ന രക്ഷ എന്നുള്ളത് വളരെ ഫ്രീ ആണെന്ന്. ഇവിടെ എഴുതിയിരിക്കുന്നത് എന്താണ്? വാങ്ങണം. ഒന്നുകൂടെ വായിച്ചാൽ. അല്ലയോ ദാഹിക്കുന്ന ഏവരും ദ്രവ്യമില്ലാത്തവരുമായുള്ളവരെ വെള്ളത്തിന് വരുവീൻ, വന്ന് വാങ്ങി തിന്നുവീൻ. വന്ന് എടുത്തോണ്ട് പോകാനല്ല പറഞ്ഞിരിക്കുന്നത്. വാങ്ങണമെങ്കിൽ വല്ലതും കൊടുക്കണ്ടായോ? പറഞ്ഞാട്ട് വാങ്ങണമെങ്കിൽ കൊടുക്കണ്ടായോ? എന്നാൽ ദ്രവ്യം കൊടുത്താൽ കിട്ടത്തില്ല. ദ്രവ്യം കൊടുത്താൽ അത് മനസ്സിലാക്കണമെങ്കിൽ മത്തായി സുവിശേഷം 13-ാം അധ്യായത്തിൽ തന്നെ വീണ്ടും വന്നാട്ട്. മത്തായി സുവിശേഷം 13-ാം അധ്യായം, മത്തി 13 അധ്യായം അതിൻ്റെ 44 വായിച്ചാട്ട്. സ്വർഗരാജ്യം വയലിൽ 44 മത്തി 13:44. സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിയോട് സദൃശ്യം. അത് ഒരു മനുഷ്യൻ കണ്ട് മറച്ചിട്ട് തൻ്റെ സന്തോഷത്താൽ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് ആ വയൽ വാങ്ങി. തനിക്കുള്ളത് വിറ്റിട്ട് എന്ത് ചെയ്തു? ആ വയൽ വാങ്ങി. സ്വർഗരാജ്യം അപ്പോഴെന്ത് ചെയ്യണം? ഇവനെ പറഞ്ഞിരിക്കുക എന്താണ്? വാങ്ങണം.
ഫ്രീ ആയിട്ടല്ല, ഇനി എടുത്തുകൊണ്ട് പോകുന്നതല്ല, വിശ്വസിച്ചാൽ പോരാ, വില കൊടുക്കണം. അതിൻ്റെ 46-47 വായിച്ചാൽ, 45-46 വായിച്ചാൽ. പിന്നെയും സ്വർഗരാജ്യം നല്ല മുത്ത് അന്വേഷിക്കുന്ന ഒരു വ്യാപാരിയോട് സദൃശ്യം. അവൻ വിലയേറിയ ഒരു മുത്ത് കണ്ടെത്തിയാറ് ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് അത് വാങ്ങി. തനിക്കുള്ളതൊക്കെയും വിറ്റ് അത് വാങ്ങി. എല്ലാവരും വിചാരിക്കുന്ന സ്വർഗരാജ്യം ഫ്രീ. വാ, വിശ്വസിച്ചാൽ മതിയല്ലോ. യേശുവേ, ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു, നീ എൻ്റെ ഉള്ളിൽ വാ, തീർന്നു കാര്യം, ഞാൻ സ്വർഗത്തിൽ പോകും. പ്രിയമുള്ളവരെ, കളിപ്പീരാണ്. നടക്കയില്ലേ, ഇത് മഹാകളിപ്പീരാണ്. മത്തായിയുടെ സുവിശേഷം 19 അധ്യായം അതിൻ്റെ 16 മുതൽ വായിച്ചാൽ, 16 മുതൽ 22 വരെ വായിച്ചാൽ. मत्ती 16 का 19 का 16 से 22 तक 19 का 16 से 22 तक. അനന്തരം ഒരുത്തൻ വന്ന് അവനോട്, ഗുരു, നിത്യജീവനെ പ്രാപിപ്പാൻ ഞാൻ എന്ത് നന്മ ചെയ്യണമെന്ന് ചോദിച്ചതിന് അവൻ, എന്നോട് നന്മയെക്കുറിച്ച് ചോദിക്കുന്നത് എന്ത്? നല്ലവൻ ഒരുത്തനേ ഉള്ളൂ. ജീവനിൽ കടപ്പാൻ ഇച്ഛിക്കുന്നു എങ്കിൽ കൽപ്പനകളെ പ്രമാണിക്ക എന്ന് അവനോട് പറഞ്ഞു. ഏവ എന്ന് അവൻ ചോദിച്ചതിന് യേശു, കുല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, അപ്പനെയും അമ്മയും ബഹുമാനിക്കുക, കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുക എന്നിവ തന്നെ എന്ന് പറഞ്ഞു. യൗവനക്കാരൻ അവനോട്, ഇവയൊക്കെ ഞാൻ പ്രമാണിച്ചു പോരുന്നു, ഇനി കുറവുള്ളത് എന്ത് എന്ന് പറഞ്ഞു. യേശു അവനോട്, സൽഗുണപൂർണനാകുവാൻ ഇച്ഛിക്കുന്നു എങ്കിൽ നീ ചെന്ന് നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും. പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. യൗവനക്കാരൻ വളരെ സമ്പത്തുള്ളവനാകിയാൽ ഈ വചനം കേട്ടിട്ട് ദുഃഖിച്ചു പോയി കളഞ്ഞു. ഇവിടെ ഒരാൾ വന്നു, കർത്താവേ, എനിക്ക് നിത്യജീവൻ വേണം. അപ്പോൾ കർത്താവ് പറഞ്ഞു, ഇന്നെ ചെയ്യാം. പറഞ്ഞു, ഞാൻ ചെറുപ്പത്തിലേ ചെയ്യുന്നു. അപ്പോൾ കർത്താവ് പറയും, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് വീതിക്കാനല്ല പറഞ്ഞത്. വീതിച്ചായിരുന്നെങ്കിൽ ഏതെങ്കിലും ഇവൻ ഈ മുൻപോട്ട് പോകുമ്പോൾ പ്രയാസം വരുമ്പോൾ ചെന്ന് അവനോട് തിരിച്ചെടുക്കാമായിരുന്നു. കർത്താവ് പറഞ്ഞ് അങ്ങ് വിൽക്ക് മുഴുവനും വിറ്റിച്ചിട്ട് എന്ത് ചെയ്യണം? വീതിച്ചു കൊടുക്കും. പിന്നെ കിട്ടാൻ വഴിയില്ലല്ലോ. അപ്പോൾ അവൻ വളരെ സമ്പത്തുള്ളവനാണ്, അവൻ്റെ ഹൃദയത്തിൽ വളരെ ഭാരമുണ്ടായി. അപ്പോൾ നമ്മൾ എന്ത് കൊടുത്താൽ നമുക്ക് കർത്താവിൻ്റെ ശിഷ്യന്മാരാകാൻ കഴിയും? ലൂക്കോസ് 9:23 വായിച്ചാൽ, ലൂക്ക 9:23. എന്ത് കൊടുത്താൽ നിത്യജീവൻ വാങ്ങാൻ ഒക്കും? ലൂക്ക 9:23, ലൂക്കോസ് 9:23. പിന്നെ അവൻ എല്ലാവരോടും പറഞ്ഞത്, എന്നെ അനുഗമിപ്പാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ നിഷേധിച്ച് നാൾ തോറും തന്റെ ക്രൂശ് എടുത്തും കൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നിങ്ങളുടെ സ്വയ ആഗ്രഹങ്ങളെ വിൽക്കാമെങ്കിൽ നിത്യജീവൻ കിട്ടും. എന്നാൽ ഇന്നത്തെ പ്രസംഗം എങ്ങനെയാണ്? ആഗ്രഹിച്ചോ, എത്ര വേണേലും മുട്ടിക്കോ, മുട്ടിയാൽ തുറക്കപ്പെടും. എത്ര വെത്താലും മുട്ടിയാൽ മതി, തുറക്കപ്പെടും. ചോദിപ്പീൻ, നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ സകല ആവശ്യങ്ങൾ സ്തോത്രത്തോടെ അറിയിച്ച് നിനക്ക് കിട്ടും. ഇവിടുന്ന് മുറിവാക്യങ്ങൾ എടുത്ത് ആ വാക്യത്തിൻ്റെ ആഴം പോലും അറിയുന്നില്ല. വെച്ച് കഴിയുമ്പോൾ മുട്ടുവീൻ തുറക്കപ്പെടുന്നിടത്ത് അത് മുകളിൽ നിന്ന് താഴോട്ട് വായിച്ചാൽ മനസ്സിലാകും, അത് പരിശുദ്ധാത്മാവിനെക്കുറിച്ചാണ് പറയുന്നത്. പരിശുദ്ധാത്മാവിനെക്കുറിച്ച് മുട്ടാനാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലാതെ ഭൗതിക കാര്യങ്ങളെക്കുറിച്ചല്ല. നിങ്ങളുടെ കാര്യങ്ങളെല്ലാം സ്തോത്രത്തോടെ അറിയിക്കാൻ പറഞ്ഞു. ഒന്നിനാലും ഭാരപ്പെടരുത്. വായിച്ചാട്ട് ഫിലിപ്പിയ ലേഖനം 4:9 വായിച്ചാട്ട് വാക്യം തന്നെ എടുത്താൽ മനസ്സിലാകുമല്ലോ. ഫിലിപ്പി 4:6. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. ഫിലിപ്പിയൻസ് 4:6, 4:6. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തെ അറിയിക്കുക എത്ര വേണ്ടത്. ആവശ്യങ്ങൾ എന്ന് പറയുന്നത് വിശുദ്ധന്റെ ആവശ്യം എന്താണ്? കൊലോസ്യർ 3:1-2. കൊലോസ്യർ 3:1-2. കൊലോസി 3:1-2. കൊലോസ്യർ की पत्री 3:1-2. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. നമ്മുടെ ആവശ്യം ഏതാണ് പറഞ്ഞാട്ടെ? ദൈവം കൂടെ പറഞ്ഞത് ക്ലാസ് ആണ്. എന്താണ്? ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. കീഴ്പോട്ട് വായിച്ചാൽ, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ.
അതേ പൗലോസാണ് ഫിലിപ്പിയ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. കർത്താവ് പറയും, നിങ്ങൾക്ക് ആവശ്യമുള്ള ഭൗതിക കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നു. 1 പത്രോസ് 5:7 വായിച്ചാട്ട്. പല പത്രോസ് 5:7. 1 പത്രോസ് 5:7. പല പത്രോസ് 5:7. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ, അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേലിട്ടുകൊള്ളുവീൻ. പ്രിയമുള്ളവരെ, നമ്മൾക്കൊരു പിതാവുണ്ട്. ഞാൻ ഈ മകളെ ഇവിടെ എഴുന്നേൽപ്പിച്ച് നിർത്തിയിരുന്നു. അവിടെ ഉണ്ട്. അവൾക്ക് അപ്പനില്ലായിരുന്നില്ല. ഇന്ന് ചിരട്ടയും പിടിച്ചുകൊണ്ട് ബസ് സ്റ്റാൻഡിൽ നിൽക്കുമായിരുന്നു. എല്ലാവരോടും ചോദിച്ചു, എനിക്ക് 1 പൈസ തരണേ, 2 പൈസ തരണേ. അവൾ എന്തുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നത്? അവൾക്കൊരപ്പനുണ്ട്. അതുപോലെ നമുക്ക് വേണ്ടി കരുതുന്ന ഒരു സ്വർഗീയ പിതാവ് ഇരിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, നിൻ്റെയും എൻ്റെയും ആവശ്യം അവനെ പോലെ ആയിത്തീരുക എന്നുള്ളതാണ്. അതാണ് ഒരു ദൈവഭക്തന്റെ ആവശ്യം. അല്ല ഭൗതിക കാര്യങ്ങളല്ല. ഈ പ്രാസംഗികർ നിങ്ങളെ ചതിക്കുകയാണ്. ഇവർ ഭയങ്കര കൊട്ടാലക്കാരാണ്. ദൈവജനത്തെ മുഴുവനും മുടിച്ച് തങ്ങളെ തന്നെ പോറ്റുന്നവർ. അവരുടെ മേൽ വരുന്ന ശിക്ഷ അതികഠിനമായിരിക്കും. ഇപ്പോഴല്ല, ദൈവം അനുവദിച്ചിരിക്കുക. അവരെ ചെയ്തോ. എന്തിനാ? ഇതിലെത്ര വിശുദ്ധന്മാരെന്ന് ആഗ്രഹിക്കാനാ ദൈവം. അതുകൊണ്ടാണ് എന്നെ ഇങ്ങോട്ട് അയച്ച സത്യവചനവും പറഞ്ഞത്. അവിടെ ഈ കള്ളന്മാർ പ്രസംഗിച്ച് എല്ലാവരെയും വഞ്ചിച്ചുകൊണ്ടിരിക്കുമ്പോൾ സത്യവചനം ഒന്ന് പറഞ്ഞൊരു ആവശ്യമുള്ളവർ തേടി വരും. സത്യമെന്ന് ആഗ്രഹമുള്ളവർ തേടി വരും. ഇതാണ് സത്യം. കാരണം പരിശുദ്ധാത്മാവ് സകല സത്യത്തിലും വഴി നടത്തും. വചനം കേൾക്കുമ്പോൾ മനസ്സിലാകും, ആത്മാവിൽ മനസ്സിലാകും, ഇതാണ് ശരിയായ വചനം, മറ്റേത് ശരിയായ വചനമല്ല. അതുകൊണ്ട് ദൈവം അരിപ്പ പോലെ വെച്ചിരിക്കുകയാണ് ഈ പ്രാസംഗികന്മാരെ. ഇതിൻ്റെ ഇടയ്ക്ക് സ്വർഗീയമായത് ആഗ്രഹിക്കുന്നവർ എന്ത് ചെയ്യട്ടെ? വരട്ടെ. സ്വർഗീയമായത് ആഗ്രഹിക്കുന്നവർ വരട്ടെ. അതിന് ദൈവം അനുവദിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈ ചെറിയ മുറിയിൽ വലിയ പബ്ലിസിറ്റി ഒന്നും കൂടാതെ സാധാരണ രീതി, മറ്റേതിന് വലിയ പബ്ലിസിറ്റി വരുന്നുണ്ട്, എല്ലാം പോയിക്കോട്ടെ. എന്നാൽ ഇവിടെ ആത്മാവിനാൽ, ഞാൻ എഴുതിയപ്പോഴും പറഞ്ഞു, ഇവിടെ സാധാരണ ചെറിയ രീതിയിൽ മതി. എല്ലാവരും ആവശ്യമുള്ള അറിഞ്ഞാൽ മതി. അറിയും ഇങ്ങനെ ഒരു പ്രോഗ്രാം നടക്കുന്നു. ആത്മാവ് കൊണ്ടുവരുന്നവർ കൊണ്ടുപോകാൻ വരട്ടപ്പെടട്ടെ. കാരണം ഇവിടെ എന്തുവാ ഒരുക്കുന്നത്? യേശുവിനോടുകൂടെ സിംഹാസനത്തിലിരുന്ന്, പിതാവിനോടുകൂടെ സിംഹാസനത്തിലിരുന്ന് നിത്യമായി വാഴേണ്ട രാജാക്കന്മാരെ ഒരുക്കുന്ന കാര്യമാണ് ഇവിടെ നടക്കുന്നത്. ഈ ഭൂമിയിലേക്കുള്ള കാര്യമല്ല. ഈ ദൈവത്തിൻ്റെ സകല നിറവിനോളം നിറഞ്ഞവരായി, ഈ ദൈവത്തോടെ തുല്യമായി സിംഹാസനത്തിലിരുന്ന് ദൈവത്തെ പോലെയായി തീർന്നവരായി നിത്യം രാജ്യം ഭരിക്കുവാൻ, യുഗാനുയുഗമായി ദൈവത്തോടുകൂടെ രാജ്യം ഭരിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൂട്ടമാണിത്. അത് രാജാക്കന്മാരായി തീരണമെങ്കിൽ അത് സാധാരണ ആഗ്രഹം കൊണ്ട് സാധിക്കുകയല്ല. നമ്മുടെ ഹൃദയത്തിലുള്ള ആഗ്രഹങ്ങൾ. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, എനിക്ക് ലാഭമായിരുന്നു ഒക്കെയും ഛേദമെന്നെണ്ണി. വാക്കിയോട് വായിച്ച് നമുക്ക് ഇന്നത്തേക്ക് അവസാനിപ്പിക്കാം. ഫിലിപ്പിയ ലേഖനം വായിച്ചിട്ട്, ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 7 മുതൽ വായിച്ചാൽ. ഫിലിപ്പിയൻസ് 3:7-11. എങ്കിലും എനിക്ക് ലാഭമായിരുന്നൊക്കെ ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്നെണ്ണിയിരിക്കുന്നു. എനിക്ക് ലാഭമായിരുന്നൊക്കെ ഞാൻ തേടിപ്പോയെന്നല്ല, ലാഭമായിരിക്കുന്നൊക്കെയും ഞാൻ ഛേദമെന്നെണ്ണുന്നു. അത്രയുമല്ല, എൻ്റെ കർത്താവായ ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴുമെല്ലാം ഛേദമെന്നെണ്ണുന്നു. ഇപ്പോഴുമെല്ലാം ഛേദമെന്നെണ്ണുന്നു. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിനുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച്
അവനിലിരിക്കേണ്ടതിനും അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണം എന്ന് വെച്ചും ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറെന്നെണ്ണുന്നു. ഹല്ലേലൂയ. കഷ്ടതയുടെ കൂട്ടായ്മ, അതിൻ്റെ കർത്താവിൻ്റെ ഓരോ താമസമെങ്കിൽ നാളെ മക്കളെങ്കിലും അവകാശികളാകുന്നത് എങ്ങനെ? ഇന്ന് മക്കളെന്ന് പറഞ്ഞു. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, എനിക്ക് ലാഭമായിരുന്നു ഒക്കെയും ഞാൻ എന്ത് ചെയ്യുന്നു ചെയ്തെന്ന്. എൻ്റെ കൂടെ ഇപ്പോൾ വടക്കേണ്ടിയിൽ നിന്ന് വന്ന പ്രവീൺ എന്ന് പറഞ്ഞൊരു കർത്താവിൻ്റെ ദാസൻ, ഹിന്ദു ഉയർന്ന കുടുംബത്തിൽ വന്നതാ. യേശുവിൻ്റെ പിന്നാലെ തിരിച്ചുകൊണ്ട് എത്തെല്ലാം അദ്ദേഹത്തിന് നഷ്ടമായിട്ടുണ്ട്. അതിൽ വന്നിട്ട് എത്ര പേര് ഞങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും. ഇപ്പോൾ തന്നെ ശ്രീനഗറിൽ മുസ്ലിങ്ങളിൽ നിന്ന് വന്ന സഹോദരന്മാർ, ഗുലാം റസൂൽ എന്ന് പറയുന്ന സഹോദരൻ, പുള്ളിക്കാരൻ വന്നിട്ട് ഇപ്പോൾ 6-7 മാസമേ ആയുള്ളൂ. ഞങ്ങളിവിടെ കേരളത്തിൽ വന്നതിന് ശേഷം ഞങ്ങൾ പാലായിൽ മീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം എനിക്ക് ഫോണിൽ കൂടെ പറഞ്ഞു, അവർ വീട്ടിൽ ഭാര്യയും ഭർത്താവും അവരെല്ലാം കൂടെ 3 മക്കളും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശ്രീനഗറിൽ അവരുടെ അപ്പനും അമ്മയും സഹോദരന്മാരെല്ലാം വന്നും വീടിൻ്റെ കതകും ജനലും എല്ലാം തല്ലിപ്പൊളിച്ചു, ബാത്റൂമിൽ നിന്ന് ടോയ്ലറ്റ് എല്ലാം നശിപ്പിച്ചു. എന്നെ അറിയിച്ചപ്പോൾ ഞാൻ കുറച്ച് പണം ഗുരുദാസ്പൂരിൽ നിന്ന് ഇവിടുന്ന് അയപ്പിച്ചു. ഗുരുദാസ്പൂർ ഒരു ബാങ്കിൽ കൂടെ അയച്ചു. ആ പണം വെള്ളിയാഴ്ച അവിടെ കിട്ടി. ശനിയാഴ്ച കാരണം ഭയങ്കര തണുപ്പാണ് അവിടെ. അപ്പോൾ ഭയങ്കര തണുപ്പായതുകൊണ്ട് ഞാൻ മക്കളുണ്ട്, കുഞ്ഞുങ്ങളെയും കൊണ്ട് ഉടനെ ഞാൻ പറഞ്ഞു കുറച്ച് കഥകെങ്കിലും ഫിറ്റ് ചെയ്തിട്ട് രാത്രിയിൽ, കാരണം മഞ്ഞ് വീഴുന്നുണ്ട്, തണുത്ത കാറ്റെടുത്തായിരിക്കട്ടെ, കഥകെങ്കിലും ഫിറ്റ് ചെയ്ത് അതിനുവേണ്ടിയാണ് പണം അയച്ചത്. അദ്ദേഹം പണം എടുത്തു. ഞാൻ ഇവിടെ കേരളത്തിൽ വന്നതിന് ശേഷം നടന്ന സംഭവമായി പറയുന്നത്. ആരും കഥവ് ഫിറ്റ് ചെയ്യാൻ തുടങ്ങി. ഇപ്പം മറ്റുള്ളവരെല്ലാം കൂടെ വന്ന് വീട് മുഴുവനും വലിയ പിക്കാശോ അതുകൊണ്ടൊന്നും മുഴുവൻ ഭിത്തികളും താഴെ ഇട്ടു, എല്ലാം നശിപ്പിച്ചു. അവനും ഭാര്യയും 3 കുഞ്ഞുങ്ങളും ഓടി രക്ഷപ്പെട്ടു. സ്വന്തക്കാരാ ചെയ്തു. ഞാൻ അവനോട് ചോദിച്ചു, സഹോദര എങ്ങനെയുണ്ട്? അവൻ പറഞ്ഞു, കരഞ്ഞോട് പറയാണ്, എന്ത് വന്നാലും എന്നെയും കുഞ്ഞുങ്ങളെയും കഷ്ണമായി മുറിച്ചാലും ഞങ്ങൾ യേശുവിൻ്റെ പിന്നാലെ പോകും. അത് ഫോണിൽ കൂടെ രഹസ്യമായി ഫോണിൽ കൂടെ അദ്ദേഹം പറഞ്ഞപ്പോൾ എൻ്റെ ഹൃദയത്തിൽ വളരെ സന്തോഷമുണ്ടായി. അതുപോലെ അദ്ദേഹം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ചു 6-7 മാസമായി. എന്നാൽ കഴിഞ്ഞ മാസം ഞങ്ങളിവിടെ വരുന്നതിന് മുമ്പേ ഡിസംബർ മാസം സ്നാനപ്പെട്ട അഭിഷേകം പ്രാപിച്ച മുഹമ്മദ് ആയൂബ് ഖാൻ, നല്ല പഠിപ്പുള്ളവനും ഉയരമുള്ള പുള്ളിക്കാരനും ഭാര്യയും 1-2 മക്കളുമുണ്ട്. നല്ല ജോലിയിലായിരുന്നു. അത് നഷ്ടപ്പെട്ടിട്ട് വന്നു. ഇപ്പോൾ ബസ് സ്റ്റാൻഡിൽ ചുമടുകയാണ്. യേശുവിൻ്റെ പിന്നാലെ പോയതിനാൽ ജോലി നഷ്ടപ്പെട്ടു. ഈ കൂലി നിങ്ങൾ കാണുന്നത്, അവിടെ ഈ കൂലിക്കാരി ബസ്സിൽ നിന്ന് ആളുകൾ വരുന്നുണ്ട്, അവിടെ സാധനം ഇറക്കി കൊണ്ടുപോവുക. നല്ല ഗ്രാജുവേറ്റാണ്. ഞാൻ ആ സഹോദരനോട് ചോദിച്ച, സഹോദരയൊക്കെ ഉണ്ടോ? എൻ്റെ യേശു ക്രൂശ് ചുമന്നെങ്കിൽ, എൻ്റെ പാപത്തിന് വേണ്ടി യേശു ക്രൂശ് ചുമന്നെങ്കിൽ എനിക്കിത് വളരെ സന്തോഷം നൽകുന്നതാണെന്ന് പറഞ്ഞു. പിന്നെ അതോടെ മൻസൂർ അഹമ്മദ് ഭട്ടു, അദ്ദേഹമാണ് അവിടെ ശുശ്രൂഷിക്കുക. അദ്ദേഹം 4-5 വർഷമായി ഇപ്പോൾ കർത്താവിൻ്റെ വേലയിൽ. അദ്ദേഹം MLA ആയിട്ട് പോകേണ്ടതാണ്, ട്രേഡ് യൂണിയൻ ലീഡറായിരുന്നു. അതെല്ലാം വിട്ട് വേലയ്ക്ക് വേണ്ടി 3 പ്രാവശ്യം ക്രൂരമായി മർദ്ദിക്കപ്പെട്ടു. തൻ്റെ ഭാര്യയെ തന്നെ ഒറ്റിക്കൊടുത്തു. ആദ്യത്തെ പ്രാവശ്യം മർദ്ദിപ്പിക്കപ്പെട്ടു. എന്നാൽ ഇപ്പോൾ ഭാര്യയും രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അഭിഷേകം പ്രാപിച്ചു. എത്ര കഷ്ടങ്ങളാണ് അവർ സഹിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. എന്നാൽ കേരളത്തിലുള്ളവർ, യേശുവേ എനിക്ക് വീട് വേണം, എനിക്ക് റബ്ബർ തോട്ടം വേണം, എനിക്ക് ജോലി വേണം, എന്നാൽ ഞാൻ നിന്നെ പിൻപറ്റും. കർത്താവ് ഒരു കണ്ണുകൊണ്ട് അവരെ കാണുന്നു, നിങ്ങളെയും കാണും. അതുപോലെ ഞാൻ ചൈനയിലും പ്രവർത്തിക്കുന്നു. ചൈനയിൽ എത്ര നാളായി, എത്ര വിശുദ്ധന്മാർ ജയിലിൽ കിടക്കുന്നു. എൻ്റെ എളിയ ശുശ്രൂഷയാൽ മുൻപോട്ട് വന്ന് എത്ര പേര് ജയിലിൽ കിടക്കും. അവരെല്ലാം പറയുന്നു, യേശുവേ നീ എപ്പോൾ വരും? കേരളത്തിലുള്ളവർ പറഞ്ഞു, യേശുവിൻ്റെ നാമത്തിൽ നമുക്ക് അത് കിട്ടും, ഇത് കിട്ടും, നമ്മുടെ സങ്കടം മാറും. പ്രിയമുള്ളവരെ, എത്ര പേര് കഷ്ടതയിൽ കൂടെ പിതാവിനെ അറിഞ്ഞു പോകുമ്പോൾ ദൈവത്തിന് 2 സ്റ്റാൻഡേർഡില്ല, 2 വചനമില്ല, ഒരേ വചനമേ ഉള്ളൂ. അത് ഇന്ത്യയിലായാലും എവിടെയായാലും. അതുകൊണ്ട് കേരളത്തിലുള്ളവരെ, ഞാനൊരു ചൂണ്ടുപലകയായി വന്ന് നിൽക്കുകയാണ്. ഇതാണ് വഴി മാത്രം. ദൈവം എന്നെ ഒരു ചൂണ്ടുപലകയായി അയച്ചിരിക്കുകയാണ്. ഇതാണ് വഴി. ആ വലിയ വിസ്താരത്തിൽ കൂടെ പോകുന്നവരോട് ആർക്ക് താല്പര്യമുണ്ട് അവർ ശരിയായ മാർഗം. 2 മാർഗമില്ല, ഒരു മാർഗമേ ഉള്ളൂ. ഞാൻ സത്യവചനമാണ് നിങ്ങളോട് പറയുന്നത്. മായമില്ലാത്ത പാൽ, അല്പം പോലും മായം ചേർക്കാത്ത പാലാണ് നിങ്ങളോട് പറയുന്നത്. നമ്മുടെ മധ്യത്തിൽ
വേദമൂർത്തി അദ്ദേഹത്തിൻ്റെ ഭാര്യ, അവർ മൈസൂരിൽ നിന്ന് വന്നവരാണ്, ഹിന്ദുക്കളിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്നവരാണ്. അവരുടെ ജീവൻ അപകടത്തിലാണ്, എന്തിലും അവർ യേശുവിന് വേണ്ടി നിൽക്കുകയാണ്. ഹല്ലേലൂയ. ഞങ്ങളുടെ കൂടെ ഇവിടെ ഉണ്ട്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. കേരളത്തിലുള്ള ദൈവജനമേ, ഈ ചതിയന്മാരുടെ പ്രസംഗം കേട്ട് നിങ്ങൾ നശിച്ചു പോകരുതേ. ഈ കൊള്ളക്കാരുടെ പ്രസംഗം, നിങ്ങളെ കൊള്ളയിടാൻ വന്നവരാണവർ. അവർ അറിഞ്ഞിട്ടും അവർ കൊള്ളയുടെ മാർഗമാണ് അവർക്ക് നല്ലതായിട്ട് മനസ്സിലാകുന്നത്. കേരളത്തെ നശിപ്പിക്കാൻ സാത്താൻ്റെ അഭിഷേകത്താൽ വന്നവരാണിവർ. ദൈവത്തിൻ്റെ അഭിഷേകത്താലല്ല. അവരിലുള്ള അന്യഭാഷ, അവരിലുള്ള അത്ഭുതങ്ങളെല്ലാം വേറൊരു യേശു, വേറൊരു ആത്മാവ്, വേറൊരു സുവിശേഷം. യഥാർത്ഥ യേശുവിൽ നിന്നല്ല. യഥാർത്ഥ യേശുവിൽ എന്താണ്? നിന്നയും കഷ്ടവും ചുമന്ന് യാത്രക്കാരായി. പെന്തക്കോസിൻ്റെ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ എത്ര കഷ്ടങ്ങൾ സഹിച്ചു, നിന്ന സഹിച്ചു, അപമാനങ്ങൾ സഹിച്ചു. ഇന്നും അതേ മാർഗം തന്നെ. ആ പഴയ പാത തേടി അന്വേഷിപ്പീൻ. പുതിയ പാത തേടിപ്പോകാതെ ആ പഴയ പാത തേടിപ്പോയാൽ നിങ്ങളുടെ ആത്മാവിന് ശാന്തി ഉണ്ടാവും. പ്രാർത്ഥിക്കാം. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. തലയെ തന്നെ അല്പനേരം ദൈവസന്നിധിയിൽ ഞാൻ നിങ്ങളോട് സത്യവചനമാണ് പറഞ്ഞത്. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രേരണയാൽ സത്യവചനം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ വഴി വളരെ ഇടുക്കാം, ഞെരുക്കാം, ആരിതു കടന്നിടുമോ? ഈ വഴി വളരെ ഇടുക്കാം, ഞെരുക്കാം, ആരിതു കടന്നിടുമോ? കൂട്ടുകാർ ചുരുക്കാം, സഹായികൾ ചുരുക്കാം, ആയതല്ലോ മോക്ഷവഴി. കൂട്ടുകാർ ചുരുക്കാം, സഹായികൾ ചുരുക്കാം, ആയതല്ലോ മോക്ഷവഴി. കഷ്ടതകൾ തീർക്കുവാൻ സിദ്ധന്മാരെ ചേർക്കുവാൻ പെട്ടെന്നേശു വന്നിടുമേ. കഷ്ടതകൾ തീർക്കുവാൻ സിദ്ധന്മാരെ ചേർക്കുവാൻ പെട്ടെന്നേശു വന്നിടുമേ. ആരുള്ളൂ ചാരുവാനൻ മണവാളനൊഴികെ ഞെരുക്കമുള്ളി വഴിയിൽ. ആരുള്ളൂ ചാരുവാനൻ മണവാളനൊഴികെ ഞെരുക്കമുള്ളി മരുവിൽ. ആവശ്യം വളരെ തൻ വാഗ്ദത്തമുണ്ടല്ലോ, ആയതെല്ലാം സത്യമല്ലോ. ആവശ്യം വളരെ തൻ വാഗ്ദത്തം ഉണ്ടല്ലോ, ആയതെല്ലാം സത്യമല്ലോ. കഷ്ടതകൾ ചേർക്കുവാൻ പെട്ടെന്നേശു വന്നിടുമേ. കഷ്ടതകൾ തീർക്കുവാൻ സിദ്ധന്മാരെ ചേർക്കുവാൻ പെട്ടെന്നേശു വന്നിടുമേ. കണ്ണുനീരിൻ താഴ്വര നിന്നകൾ കുറവില്ല, എങ്കിലും ഉണ്ടാശ്വാസം. കണ്ണുനീരിൻ താഴ്വര നിന്നകൾ കുറവില്ല, എങ്കിലും ഉണ്ടാശ്വാസം. യേശുവിൻ സാക്ഷ്യവും സത്യവചനവും മാത്രമല്ലോ വരുത്തുന്നിത്. യേശുവിൻ സാക്ഷ്യവും സത്യവചനവും മാത്രമല്ലോ വരുത്തുന്നിത്. കഷ്ടത തീർക്കുവാൻ സിദ്ധന്മാരെ ചേർക്കുവാൻ പെട്ടെന്നേശു വന്നിടുമേ. കഷ്ടതകൾ തീർക്കുവാൻ ഹല്ലേലൂയ ചേർക്കുവാൻ പെട്ടെന്ന്
നീടുമേ. കൂട്ടുകാർ ദുഷിക്കട്ടെ, നാട്ടുകാർ പഴിക്കട്ടെ, യേശു എന്നും ജീവിക്കുന്നു. ഓ കൂട്ടുകാർ ദുഷിക്കട്ടെ, നാട്ടുകാർ പഴിക്കട്ടെ, യേശു ഹല്ലേലൂയ ജീവിക്കുന്നു. ഓ വിട്ടതും വെടിഞ്ഞതും യേശുവിൻ പ്രബോധനം അനുസരിച്ചാണല്ലോ ഞാൻ. ഓ വിട്ടതും വെട്ടതും യേശുവിൻ പ്രബോധനം അനുസരിച്ചാണല്ലോ ഞാൻ. കഷ്ടതകൾ തീർക്കുവാൻ ശിഷ്യന്മാരെ ചേർക്കുവാൻ പെട്ടെന്ന് യേശു നീടുമേ. കഷ്ടതകൾ ഹല്ലേലൂയ ശിഷ്യന്മാരെ ചേർക്കുവാൻ പെട്ടെന്ന് യേശു നീടുമേ. കൂലിക്കാരെ നല്ല ഞാൻ യേശുവിൻ സ്ഥാനാപതി, തിരഞ്ഞെടുക്കപ്പെട്ടവൻ ഞാൻ. കൂലിക്കാരനല്ല ഞാൻ യേശുവിൻ സ്ഥാനാപതി, തിരഞ്ഞെടുക്കപ്പെട്ടവൻ ഞാൻ. ഓ രാജകീയ പുരോഹിതൻ, വിശുദ്ധ വംശക്കാരൻ ഞാൻ, സ്വന്തക്കാരനാണല്ലോ ഞാൻ. ഓ രാജകീയ പുരോഹിതൻ, വിശുദ്ധ വംശക്കാരൻ ഞാൻ, സ്വന്തക്കാരനാണല്ലോ ഞാൻ. ഓ കഷ്ടതകൾ തീർക്കുവാൻ ശിഷ്യന്മാരെ ചേർക്കുവാൻ പെട്ടെന്ന് യേശു നീടുമേ. കഷ്ടതകൾ തീർക്കുവാൻ ഹല്ലേലൂയ ഹല്ലേലൂയ പെട്ടെന്ന് നീടുമേ. ആമേൻ. ദൈവം ഇപ്പോൾ കർത്താവിൻ്റെ ദാസൻ വന്ന് പ്രാർത്ഥിച്ച് ഞാൻ ശ്രീ കർത്താവിൻ്റെ ദാസൻ ഇമ്മാനുവേൽ അവർ മുൻപോട്ട് വന്ന് പ്രാർത്ഥിച്ച് യോഗം അവസാനിപ്പിക്കും. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ നല്ല രാത്രികാലത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദിയോടെ സ്തുതിയും സ്തോത്രം അർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയദാസനിൽ കൂടെ അങ്ങയുടെ ആത്മാവ് സംസാരിച്ചു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ഈ ദേശത്തിന് അത് വിടുതലിന് കാരണമായി തീരുവാൻ അതിടവരുത്തിയിട്ടുണ്ട്. ഈ ആണ്ടിലും അതുപോലെ തന്നെ വലിയൊരു അത്ഭുത പ്രവൃത്തി, അനേക ആത്മാക്കൾ രക്ഷിക്കപ്പെടുന്നത് കാണുവാൻ, ശത്രുവിൻ്റെ കോട്ടകൾ ഇടിയുന്നത് കാണുവാൻ അങ്ങ് ഞങ്ങൾക്ക് അവസരം നൽകുന്നതിനാൽ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സ്വർഗത്തിലേക്കുള്ള വാതിൽ ഇടുക്കവും ഞെരുക്കവുമുള്ളതാണ്, അതിൽ കൂടെ പോകുന്നവരും ചുരുക്കമാണ്. എന്നാൽ നരകത്തിലേക്കുള്ള വഴി അത് വിശാലമാണ്, അതിൽ കൂടെ പോകുന്നവർ അനേകരാണ്. നാഥാ, ഇടുക്കവും ഞെരുക്കമുള്ള ഈ പാതയിൽ കൂടെ അങ്ങയുടെ സന്നിധിയിൽ എത്തുവാൻ കർത്താവെ അവിടുന്ന് ഞങ്ങളെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. തിരഞ്ഞെടുക്കപ്പെട്ടവർ ഹല്ലേലൂയ ആയിക്കൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ കാണുവാൻ അവിടുന്ന് ഞങ്ങൾ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ദാസനെ കരങ്ങളിലേക്ക് എടുത്ത് ഉപയോഗിച്ചതിനാൽ സ്തോത്രം. കൂടെ കടന്നു വന്നിട്ടുള്ള ദൈവഭൃത്യന്മാർക്കും സഹോദരി സഹോദരന്മാർക്കുമായ സ്തോത്രം. കർത്താവെ, വാർദ്ധക്യത്തിലും അങ്ങയുടെ ശുശ്രൂഷ നിറപടിയായി ചെയ്യുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തിയായി എടുത്ത് ഉപയോഗിക്കുന്ന കൃപകൾക്കായ സ്തോത്രം. തുടർന്നും കർത്താവെ, ഈ ദിവസങ്ങൾ നടക്കുന്ന വചന കേൾവി കർത്താവെ ദേശത്തിന് വിടുതലായി തീരുവാൻ അവിടുന്ന് വഴിയൊരുക്കണമെന്ന് പ്രാർത്ഥിക്കും. ആദിമ പെന്തക്കോസ്തിൻ്റെ അനുഭവത്തിലേക്ക് നടന്നു പോകുവാൻ കർത്താവെ ഞങ്ങളുടെ ആത്മീക ഗോളത്തെ അവിടുന്ന് ശുദ്ധീകരിച്ചെടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. അവിടുന്ന് അങ്ങനെ ചെയ്യുന്ന ദൈവമായിരിക്കാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. ആമേൻ. പരിശുദ്ധനാകുന്ന ദൈവത്തിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂട്ടായ്മയും കാവലും ഇന്ന് കേൾപ്പിക്കപ്പെട്ട വചനത്തോടും കർത്താവിൻ്റെ രണ്ടാമത്തെ പ്രത്യക്ഷത വരെയും എന്നും എന്നേക്കും നമ്മോട് ഓരോരുത്തരോടും കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ജയന്ത ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. കർത്താവേ, വേഗം വരേണമേ. സൗഖ്യമാണ്.